സാധാരണ പുരാണങ്ങളെപ്പോലെ സൂതശൗനക സംവാദമായിട്ടാണ് എല്ലാ പുരാണങ്ങളും ആരംഭിക്കുന്നത്. ഇത് ഈ ബ്രഹ്മാണ്ഡ പുരാണവും അതുപോലെ വരുന്നു. അതിലാണ് സൂചിപ്പിക്കുന്നത്, ഒരിക്കൽ നാരദൻ ബ്രഹ്മദേവന്റെ സന്നിധിയിലെത്തുന്നു. അവിടെ ചെന്നപ്പോൾ ആ ബ്രഹ്മദേവനെ നമസ്കരിച്ചിട്ട് ചോദിക്കുകയാണ്, നിന്റെ മുഖത്ത് എന്തോ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി വന്ന ലക്ഷണമുണ്ടല്ലോ പുത്ര, ചോദിച്ചുകൊള്ളൂ. അപ്പോൾ നാരദർക്ക് ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടിയും അതിലാണ് മാഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നത്. കുറച്ച് ഭാഗം വായിക്കുകയും പറയുകയും ചെയ്യാം. നാരായണ 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 നാരായണ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധേ വസിഷ്ഠായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്രമേയത്രയാതീത നിർമ്മലജ്ഞാനമൂർത്തയേ മനോഗിരാം വിദൂരായ ദക്ഷിണാമൂർത്തയേ നമഃ. ദക്ഷിണാമൂർത്തിയെ നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ഉമാമഹേശ്വര സംവാദമായിട്ടാണ് രാമായണം എഴുതപ്പെട്ടത്. പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്, ഈ മാസത്തെ ഭക്തപ്രിയ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിൽ നാടോടി രാമായണം എന്ന് പറഞ്ഞ് ഒരു ഭാഗം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇന്നലെ നോക്കിയപ്പോൾ അതും കൂടെ എഴുതിയെടുത്തിട്ടുണ്ട്. ഇതിൽ ശരിക്കും നാടോടി സ്റ്റൈലിൽ രാമായണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം. കേട്ടോളി കർക്കടമാദത്തില്, മാസത്തിൽ എന്ന് പറയാൻ പാടില്ല, നാടോടിയല്ലേ. കേട്ടോളി കർക്കടമാദത്തില് കേട്ടോളി കേട്ടോളി രാമായണം ചങ്കരൻ തേവര് ചങ്കരി ദേവിക്ക് ചൊല്ലിക്കൊടുത്തുള്ള രാമായണം. ആരാണ്? ചങ്കരൻ തേവര് ചങ്കരി ദേവിക്കല്ല പിന്നെ ദേവിക്ക് ചൊല്ലിക്കൊടുത്തുള്ള രാമായണം. പുത്തിക്കുന്നന്നേ ചുത്തിക്കുന്നന്നേ നല്ലേലും നന്നല്ലോ രാമായണം. ഉള്ളിനുള്ളു തുറക്കണ രാമായണം. ഉള്ളിനുള്ളു തുറക്കണ രാമായണം. രാമായണത്തിന്റെ പ്രയോഗം മനസ്സിലായില്ലേ? ഇന്ന് വായിച്ചപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാണാനിടയായി. ഒരാൾ പറഞ്ഞപ്പോഴാണത് അറിഞ്ഞത്. ഭഗവത് ഭക്തപ്രിയ എടുത്ത് വെച്ച് നോക്കിയിട്ട് ഇന്നലെ കുറിച്ച് വെച്ചതാണ്. ഉമാമഹേശ്വര സംവാദമായിട്ടാണ് ദേവി ഭഗവാൻ. നാളെ നമ്മൾ വിശദമായിട്ട് കാണും ആ ഭാഗം, എങ്കിലും ഇത് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദക്ഷിണാമൂർത്തിയെ നമസ്കരിച്ചിട്ട് സൂതൻ പറയുകയാണ്, കഥാചിത് നാരദോ യോഗി പരാനുഗ്രഹവാഞ്ഛയാ പര്യടൻ സകലാൻ ലോകാൻ സത്യലോകമുപാഗമത്. നാരദൻ ഇങ്ങനെ ഒരു ദിവസം അവിടെ ചെല്ലാനിടയായി. ബ്രഹ്മദേവന്റെ അടുത്ത് ചെന്ന് ബ്രഹ്മദേവനെ നമസ്കരിച്ചു. സന്തുഷ്ടസ്തം മുനിപ്രാഹ സ്വയംഭൂവൈ വൈഷ്ണവോത്തമം കിം പൃഷ്ടുകാമത്വമസി തത് വദിഷ്യാമി തേ മുനേ. അല്ലെ, മുഖത്ത് നോക്കിയപ്പോൾ മനസ്സിലായി, നാരദന്റെ മുഖത്ത് നോക്കിയപ്പോൾ അല്ലേ, എന്തോ ചോദിക്കാനുള്ളത് പോലെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത്യാകർണ്യവചസ്തസ്യ മുനിർബ്രഹ്മണമബ്രവീത് ത്വത്തസുതം മയാ സർവം പൂർവമേവ ശുഭാശുഭം. അങ്ങയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ എന്നോട് താല്പര്യമുണ്ടെങ്കിൽ, എന്നെ അനുഗ്രഹിക്കാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ ഒരു കാര്യം പറഞ്ഞു തരണം. എന്താണ്? പ്രാപ്തേ കലിയുഗേ ഘോരേ നരാ പുണ്യവിവർജിതാഹ ദുരാചാരരതാ സർവേ സത്യവാർത്താപരാങ്മുഖാ. ഈ ഘോരമായ കലിയുഗം പിറക്കാനായി മനുഷ്യരൊക്കെ എങ്ങനെയുള്ളവരായിത്തീരും? പുണ്യഹീനര്, ദുരാചാരര്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തില് പറഞ്ഞത്. അപ്പൊ പേപ്പർ എടുക്കുമ്പോൾ ഇനിയും വിചാരിച്ചോണം ഒരു ദീർഘനിശ്വാസത്തോടുകൂടി, ഇതൊക്കെ എന്നേ നമ്മളെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പുണ്യഹീനരാകും, ദുരാചാരരാകും, സത്യവാർത്താ പരാങ്മുഖ. സത്യം പറയുന്നതില് എവിടെ പോവാന്ന് ചോദിച്ചാൽ ഗുരുവായൂർ അമ്പലത്തിലേക്കാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലേക്കെന്ന് പറയില്ല, പാർശ്വസാരഥി അമ്പലത്തിൽ വരെ പോവുക. ചെറിയൊരു കള്ളം ഇരുന്നോട്ടെ. സത്യവാർത്താ പരാങ്മുഖ പരാപവാദ നിരത പരദ്രവ്യാഭിലക്ഷണ പരസ്ത്രീസക്ത മനസഹ പരഹിംസാപരായണ. വിശദീകരിക്കണ്ടല്ലോ, വാക്കുകളൊക്കെ നന്നായിട്ട് മനസ്സിലാവും. സംശയം ഉണ്ടെങ്കിൽ നാളത്തെ പേപ്പർ രാവിലെ 5ാമത്തെ പേജ് നോക്കിയാൽ ഇതൊക്കെ അതിനകത്ത് ഉണ്ട്. ഇനി അന്യരെ ഉപദ്രവിക്കുക, പരദ്രവ്യത്തിൽ കൊതിയുണ്ടാകുക, പരനാരിയിൽ മനസ്സുണ്ടാകുക, പരഹിംസ ചെയ്തുകൊണ്ടേയിരിക്കുക. ദേഹാത്മദൃഷ്ടയോ മൂഢ നാസ്തികാവശബുദ്ധയ മാതൃപിതൃകൃതദ്വേഷ സ്ത്രീദേവ കാമകിങ്കര. അല്ലേ,
മൂഢന്മാരായിട്ട് അറിയേണ്ടതിനെ അറിയേണ്ടതുപോലെ അറിയാത്തവരെയാണ് മൂഢൻ എന്ന് പറയുന്നത്. ഇല്ല, ശാസ്ത്രത്തിലൊക്കെ നോക്കിയാൽ കാണാം. മൂഢ മൂഢ എന്ന് അഡ്രസ് ചെയ്യാം. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം. ആചാര്യസ്വാമിയുടെ ഭജഗോവിന്ദ മൂഢ. അപ്പൊ മൂഢന്മാരെ ആയിരിക്കും. പിന്നെയോ ദേഹ ആത്മദൃഷ്ടയ. അല്ലെ, അറിവില്ലാത്ത കൊണ്ട് എന്ത് വരുന്നു? ദേഹമാണ് ആത്മാവെന്ന് കരുതിയിട്ട് ദേഹത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ശ്രദ്ധ മുഴുവൻ വരുന്നത്. പിന്നെ നാസ്തികരായിരിക്കും, ഈശ്വരവിശ്വാസം ഇല്ലാത്തവരായിരിക്കും. മൃഗമനസ്കരായിരിക്കും. ഇപ്പൊ മൃഗത്തിനേക്കാൾ മോശമാണ്. മൃഗങ്ങൾ ചെയ്യാത്ത പല പ്രവൃത്തികളുമാണ് ഇപ്പൊ പേപ്പറിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെയോ മാതാപിതാക്കളെ വെറുക്കുന്നവരായിരിക്കും. ഓൾഡ് ഏജിന്റെ ഒക്കെ എണ്ണം കൂടുന്നത് അതുകൊണ്ടാണ്, ഓൾഡ് ഏജ് ഹോമിന്റെയൊക്കെ. പിന്നെ നാരീ പൂജകരായിരിക്കും, കാമകിങ്കരന്മാരായിരിക്കും. വിപ്രാലോഭഗ്രഹഗ്രസ്ത വേദവിക്രയ ജീവിന ധനാർജനാർത്ഥം അഭ്യസ്ത വിദ്യ മതമോഹിത. വിപ്രർ ലോഭം കൊണ്ട് വേദത്തെ വിൽക്കുന്നവരായിരിക്കും. കാണില്ലേ ചുറ്റും. പിന്നെയോ പണം നേടാൻ വേണ്ടിയിട്ട് ഈ വിദ്യയെ വിൽക്കുക എന്നറിയാം. വിദ്യ കച്ചവടച്ചരക്ക് അതും കാണുന്നില്ലേ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ പേരില്. ഇന്ന് ഏറ്റവും വലിയ അഭ്യാസം നടക്കുന്നത് ഏത് രംഗത്താണ്? വിദ്യയിലാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ത്യക്തസ്വജാതി കർമാണ പ്രായശ പരവഞ്ചക ക്ഷത്രിയശ്ചേതഥാ വൈശ്യ സ്വധർമ്മ ത്യാഗശീലിനഃ. ബ്രാഹ്മണര് മാത്രമല്ല, പിന്നെ ക്ഷത്രിയരും വൈശ്യരും ഒക്കെ സ്വധർമ്മം വിട്ട് പെരുമാറും. സ്വധർമാനുഷ്ഠാനമാണ് ഈ പ്രപഞ്ചത്തില് അതായിട്ട് നിലനിർത്തുന്നത്. നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഭഗവത്ഗീതയില് പറയും, ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? യജ്ഞഭാവത്തിൽ പ്രകൃതി ശക്തികൾ മുഴുവൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. രഹസ്യമായിട്ടുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ ആരും ആരോട് പറയരുതെന്നുള്ളതല്ല. പിന്നെ പല അർത്ഥമുണ്ട് രഹസ്യം എന്നുള്ള വാക്കിന്. ഏറ്റവും പ്രധാനമായിട്ട് അതിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ വെറുതെ താല്പര്യമില്ലാത്തവരോട് പോയി പറയേണ്ടത് അല്ല ഇത്. താല്പര്യമുള്ള നമ്മളെ മുക്തിമാർഗോപദേശം അതിൻ്റെ അകത്ത് ഒടുവിൽ ഭഗവാൻ പറയും, ഭക്തിയില്ലാത്തവരോട് ഇത് പറഞ്ഞു കൊടുക്കരുത്. ഭക്തിയുള്ളവർ ചോദിച്ചില്ലെങ്കിലും അവരുടെ പുറകെ നടന്ന് വിളിച്ചു നിർത്തി പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്താ വെച്ചിരിക്കുന്നത്? ഭക്തി ഉണ്ടാവണം എന്നാണ്. അത് തന്നെ ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഭഗവാൻ ശ്രീപരമേശ്വരൻ മഹാദേവൻ ദേവിക്ക് ഉപദേശിച്ചു കൊടുത്തു. വ്യാഖ്യാതവാൻ എന്നാണ് പറഞ്ഞത്. ശരിയായിട്ടതിനെ വ്യാഖ്യാനിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. തത് പാർവതീ ജഗദ്ധാത്രീ പൂജയിത്വാദിവാനിശം ആലോചയന്തി സ്വാനന്ദമഗ്നാതിഷ്ഠതി സാമ്പ്രതം. ഈ രാമതത്വം അറിഞ്ഞതോടുകൂടി പാർവതി ദേവി പരമാനന്ദമഗ്നയായി. ഇപ്പോഴും ദേവി രാമതത്വത്തെ ധ്യാനിച്ചു കഴിയുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ശ്രീരാമനെ പരീക്ഷിക്കാൻ പോയ കഥയൊക്കെ ഉണ്ട്. വേറെ അധ്യാത്മരാമായണത്തിലില്ല, വേറെ രാമായണങ്ങളിലുണ്ട്. സാക്ഷാൽ ജഗദംബികയായ പാർവതീദേവി തന്നെ സീതാദേവിയുടെ വേഷം കെട്ടി ഒന്ന് പോയി നോക്കി രാമനെ പരീക്ഷിക്കാൻ. ചെന്ന് ശൃംഗരിച്ചൊക്കെ നോക്കിയപ്പോ നമസ്കരിച്ച, അമ്മേ സുഖം തന്നെയല്ലേ? അമ്മേന്ന് വിളിച്ചപ്പം ദേവിയുടെ പരമേശ്വരൻ നേരത്തെ പറഞ്ഞു, പോണ്ടാ കുട്ടി, വെറുതെ പണ്ടൊന്ന് പോയി അറിഞ്ഞതാണ്. എവിടെ? ദശയാത്രത്തിന് പോയി അറിഞ്ഞ എന്നിട്ടും തമാശ പോലെ ദേവി പോയി പരീക്ഷിച്ചു. അതുപോലെ തിരിച്ചും പറയുന്നുണ്ട്, ഭഗവാൻ പോയി സീതാദേവിയെ പരീക്ഷിച്ചെന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടുപേർക്ക് ഈസി ആയിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു എടുത്തു എന്നാണ്. ശ്രീരാമതത്വം അറിഞ്ഞതോടുകൂടി ദേവി സ്വാനന്ദമഗ്നം. പരമാനന്ദം എന്നല്ല പറഞ്ഞു, പിന്നെ സ്വാനന്ദമഗ്നം. എന്താ സ്വാനന്ദം സൂചിപ്പിച്ചത്? ഇന്ന് രാവിലെ പഠിച്ച ഭാഗം എന്താണ്? ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ഓർമ്മയുണ്ടല്ലോ രണ്ടു കൂട്ടർക്കും, സായിക്കാർക്കും ഇവിടെ ഉള്ളവർക്ക് ഈ ഭാഗം നമ്മൾ ഒരേപോലെയാണ് പഠിച്ചുകൊണ്ട് പോകുന്നത് അല്ലേ? ആത്മനി ഏവ ആത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞ തഥാ ഉച്യതേ. മറ്റൊന്നിനെ ആശ്രയിക്കാതെ തന്നിൽ തന്നെ പരമാനന്ദ ഭാവത്തെ കണ്ടെത്തുന്നവരാണ് ആരാണോ അവരെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചത് സ്വാനന്ദ മഗ്ന. അൺകണ്ടീഷണൽ ബ്ലിസ്, അതാണ് ശരിക്കുള്ള നിരപേക്ഷമായ ആനന്ദം. ഇന്ന് നമ്മുടെ ആനന്ദം സുഖമൊക്കെ എന്തിനെങ്കിലുമൊക്കെ ആശ്രയിച്ചാണിരിക്കും. ഒന്നില് അമ്പലപ്പുഴ പാൽപായസത്തെ, അല്ലെങ്കിൽ ഭാര്യയെ, അല്ലെങ്കിൽ കൊച്ചുമക്കളെ, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും. ഇതൊന്നും ഇല്ലെങ്കിലോ കഴിഞ്ഞു. ഒന്നിനെയും ആശ്രയിക്കാതെ
ഈ ആനന്ദം ഉള്ളിൽ അനുഭവിക്കുന്നവരെയാണ് സൂചിപ്പിച്ചത്. ദേവിയുടെ ലക്ഷണം അതാണ് സൂചിപ്പിച്ചത്. എന്നിട്ടോ പ്രചരിഷ്യതി തല്ലോകെ പ്രാണ്യ ദൃഷ്ടവശാദ്യതാ തസ്യാധ്യയനമാത്രേണ ജനായാസ്യന്തി സദ്ഗതിം. ഇതാണ് ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം. എന്ത്? പ്രാണ്യ അദൃഷ്ടവശാത്, ഈ പ്രാണികളുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ഈ രാമായണം, ഏത് രാമായണം? ശ്രീ മഹാദേവൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്ത ഈ രാമായണം യഥാ ലോകേ പ്രചരിഷ്യതി, എത്ര കാലമാണോ ലോകത്തിൽ പ്രചരിക്കുന്നത്, എന്നാണോ പ്രചരിക്കുന്നത്, തസ്യ അധ്യയനമാത്രേണ, അതിന്റെ അധ്യയനം കൊണ്ട് ജനാ സദ്ഗതിം യാസ്യന്തി, ജനങ്ങൾക്ക് സദ്ഗതിയെ പ്രാപിക്കാം. അതാണ് എൻ്റെ ഈ ചോദ്യത്തിന്റെ എന്താ പറയുക കീ ആൻസർ, ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. ഈ അധ്യാത്മരാമായണത്തിന്റെ പഠനം കൊണ്ട് സദ്ഗതി നേടാൻ സാധിക്കും. പിന്നെ അങ്ങോട്ട് സൂചിപ്പിക്കുകയാണ് എന്ത്? താവത് വിജൃംഭതേ പാപം ബ്രഹ്മഹത്യാപുരസ്സരം യാവത് ജഗതിന അധ്യാത്മരാമായണമുദ്ദേശ്യതി. ഈ അധ്യാത്മരാമായണം ഈ ഭൂമിയിൽ പ്രചരിക്കുന്നത് വരെ മാത്രമേ ബ്രഹ്മഹത്യാദി പാപങ്ങൾ പ്രചരിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രഹ്മഹത്യാദി ഏറ്റവും വലിയ പാപമായിട്ടാണ് ബ്രഹ്മഹത്യ, അല്ലേ? ഇന്ദ്രന്റെ ബ്രഹ്മഹത്യയൊക്കെ നമ്മൾ കണ്ടു, 4 വീതിച്ചു കൊടുത്തതും കഥകളൊക്കെ അല്ലേ. ആ ബ്രഹ്മഹത്യാ പാപം പോലും രാമായണ പഠനം കൊണ്ട് ഇല്ലാതെയാകും. പിന്നെ താവത് കലിമലോത്സോഹോ നിശങ്കം സംപ്രവർത്തതേ യാവത് ജഗതിന അധ്യാത്മരാമായണമുദ്ദേശ്യതി. അധ്യാത്മരാമായണം പ്രചരിക്കാത്തിടത്തോളം, പ്രചരിക്കുക എന്ന് പറഞ്ഞാൽ DC ബുക്സും മറ്റേവരൊക്കെ അടിച്ച് അതല്ല എന്നർത്ഥം. പിന്നെ നമ്മുടെയൊക്കെ വീടുകളിലെത്തുക, നമ്മളിത് സ്ഥിരമായിട്ട് വായിക്കുക. കർക്കിടമാസം മാത്രമല്ല, കർക്കിടമാസത്തിന്റെ പ്രാധാന്യം സൂചിപ്പിച്ചു. അതുകൊണ്ട് കർക്കിടമാസത്തിൽ മാത്രമേ രാമായണം വായിക്കാവൂ എന്നർത്ഥമില്ല. പിന്നെ 12 മാസവും 365 ദിവസവും 24 മണിക്കൂറും രാമായണം വായിക്കാം. ഭാഗവതത്തിന്റെ കാര്യം ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? സദാസേവ്യാ സദാസേവ്യാ ശ്രീമദ് ഭാഗവതീ കഥ. ഭാഗവതം എപ്പോഴാണ് പഠിക്കേണ്ടത്? അതൊക്കെ അതിന് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് സപ്താഹമായിട്ടൊക്കെ വായിച്ചു പഠിച്ചോളൂ. അതുകൊണ്ട് കർക്കിടമാസത്തിൽ മാത്രമേ രാമായണം വായിക്കാവൂ എന്നർത്ഥമില്ല. മിഥുനം 31-ാം തീയതി പൊടി തട്ടിയെടുക്കുക, പിന്നെ കർക്കിടകം 31-ന് തിരിച്ച് ഒരു പട്ടിനകത്തൊക്കെ പൊതിഞ്ഞ് പൂജാമുറിയുടെ ഒരു മൂലയ്ക്കുണ്ട് വെക്കുക. അതല്ല ഉദ്ദേശം. മുഴുവൻ സമയം പഠിക്കണം. പിന്നെ കർക്കിടമാസത്തിൽ പ്രത്യേകമായിട്ട് പഠിക്കണം. അത് സൂചിപ്പിക്കുന്നു എന്നർത്ഥം. താവത് യമഭടാശൂരാ സഞ്ചരിഷ്യന്തി നിർഭയാ യാവത് ജഗതിന അധ്യാത്മരാമായണമുദ്ദേശ്യതി. കുറേ അതുപോലെ സൂചിപ്പിക്കുകയാണ്. യമഭടന്മാരിവിടൊക്കെ നിർഭയമായിട്ട് സഞ്ചരിക്കുന്നത് എപ്പോഴാണ്? രാമായണം ഇല്ലാത്തടത്താണ്, അല്ലേ? അജാമളന്റെ കഥയിൽ നമ്മൾ കണ്ടു. യമധർമ്മൻ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തത് എന്താണ്? ആരെങ്കിലും ഭഗവാന്റെ നാമം ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ നിങ്ങൾ പോകണ്ട, അത് വേറെ ഡിപ്പാർട്ട്മെന്റാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. താവത് സർവാണി ശാസ്ത്രാണി വിദന്തേ പരസ്പരം താവത് സ്വരൂപം രാമസ്യ ദുർബോധം മഹതാമവി യാവത് ജഗതിന അധ്യാത്മരാമായണമുദ്ദേശ്യതി. ഈ ശാസ്ത്രത്തിന് വേണ്ടിയിട്ടുള്ള തർക്കമോ ഇതൊക്കെ എത്ര കാലം നിലനിൽക്കും? രാമായണം നന്നായിട്ട് പഠിച്ച് ഉറപ്പിക്കുന്നവർ. ഈ തത്വബോധം വന്നു കഴിഞ്ഞാൽ തർക്കമേ ഇല്ല, പിന്നെ ശബ്ദമില്ല. എന്തുകൊണ്ട്? പരമമായ സത്യത്തെ അറിഞ്ഞു കഴിയും. എവിടെ അറിയണം? രാവിലെ നമ്മൾ പറഞ്ഞ ശ്ലോകം തന്നെ ആവർത്തിക്കട്ടെ. യതന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യതന്തോപ്യകൃതാത്മാനഃ നൈനം പശ്യന്ത്യചേതസഃ. 2 കൂട്ടരും ഈ പൂജയും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു കൂട്ടർ ഇതിന്റെ തത്വത്തെ അറിഞ്ഞു ചെയ്യുന്നു. തത്വബോധത്തോടുകൂടി ഇത് ചെയ്യുന്നവരോ പശ്യന്തി ആത്മനി അവസ്ഥിതം, അത് അവരുടെ ഉള്ളിൽ അവരതിനെ സാക്ഷാത്കരിക്കുന്നു. അല്ലാത്തവരൊക്കെ ഓടി നടന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഏനം ന പശ്യന്തി. എന്തുകൊണ്ട്? അകൃതാത്മനഃ അചേതസഃ. They are totally confused, totally disorganized. അവർക്കൊരിക്കലും ഈ പരമമായ സത്യത്തെ അറിയാൻ സാധിക്കുന്നില്ല. അത് തന്നെയാണ് ഇവിടെ സൂചന.
അധ്യാത്മരാമായണ സങ്കീർത്തന ശ്രവണാദിജം ഫലം വക്തും ന ശക്നോമി കാശ്നേന മുനിസത്തമാ തഥാപി തസ്യ മാഹാത്മ്യം വക്ഷ്യേ കിഞ്ചിത് തവാനഘ ശൃണുചിത്തം സമാധായ ശിവേനോക്തം പുരാമമ. ഈ അധ്യാത്മരാമായണത്തിന്റെ കീർത്തനത്തിന്റെ ഫലമൊക്കെ പണ്ട് ശിവൻ എനിക്ക് ഉപദേശിച്ച് തന്നതാണ്. പക്ഷെ എനിക്കിപ്പോൾ അതൊന്നും മുഴുവനൊന്നും ഓർമ്മയില്ല. അതിലൊരല്പമൊക്കെ ഏതാണ്ടൊക്കെ ഓർമ്മയുണ്ട്, അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ്. കാരണം എന്തുകൊണ്ട് ഭാഗവതത്തിൽ ഇതുപോലെ സൂചിപ്പിക്കും, ഭഗവാന്റെ മഹിമ അറിഞ്ഞവര് വീടുവെഴുത്തച്ഛന്റെ ഹരിനാമകീർത്തനത്തിലേക്കാണ് ഇത് പോകുന്നത്. ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ മിന്നുന്ന നിൻമഹിമ ആർക്കും തിരിക്കരുത്. പിന്നെന്താ സംഭവിക്കുക? അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്ര തോന്നി. മാമുനികൾ പോലും ഉള്ളതുപോലെ ഇത് അറിഞ്ഞിട്ടില്ല. പിന്നെന്ത് ചെയ്തു? അപ്പോഴപ്പോഴും കണ്ടതിനെ എന്നൊക്കെ. തത്വം എത്രമാത്രം ദുർഗ്രാഹ്യം ആണ് എന്ന് സൂചിപ്പിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ സൂചന. അധ്യാത്മരാമായണത ശ്ലോകം ശ്ലോകാർത്ഥമേവ വാ യപ്പഠേത് ഭക്തി സംയുക്തഃ സ പാപാൻ മുച്യതേ ക്ഷണാത്. അല്ലേ? ഒരു ശ്ലോകമോ ശ്ലോകാർത്ഥമോ രാമായണത്തിൽ നിന്ന് ഭംഗിയായിട്ട് പഠിക്കുന്നവരുടെ, പക്ഷെ പഠിക്കുന്നതിന് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത്? ഭക്തി സംയുക്ത. എല്ലായിടത്തും അത് പറയുന്ന ഒരു കാര്യമാണ്. ഭക്തിയോടുകൂടി ആരാണോ ഈ രാമായണം പാഠം ചെയ്യുന്നത് അവരുടെ പാപം മുഴുവൻ നിർദ്ധൂതാഖില ഘോരപാപനികരി. ഓർമ്മയുണ്ടല്ലോ? നിർദ്ധൂത അഖില ഘോരങ്ങളായ പാപങ്ങൾ പോലും നിർദ്ധൂതമാകുന്നു, ഇല്ലാതെയാകുന്നു. അതാണ് രാമായണത്തിന്റെ പ്രത്യേകത. പിന്നെ കുറേ ഇങ്ങനെ അങ്ങോട്ട് സൂചിപ്പിക്കുകയാണ് രാമായണത്തിന്റെ മാഹാത്മ്യം. ആരാണോ ഈ അധ്യാത്മരാമായണത്തെ പഠിക്കുന്നത്, ആരാണോ അധ്യാത്മരാമായണം മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്, അന്യചിന്ത കൂടാതെ ഭക്തിയോടുകൂടി എപ്പോഴും രാമായണം പാരായണം ചെയ്യുന്ന ആരാണ്, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ജീവൻ മുക്ത സ ഉച്യതേ. ജീവൻ മുക്തൻ എന്ന അവസ്ഥയെ പോലും അവർക്ക് പ്രാപിക്കാൻ കഴിയുന്നു. ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി നേടിയവൻ. നമുക്കൊരു ധാരണയുണ്ട് മുക്തിയൊക്കെ അങ്ങ് എന്നിട്ട് കിട്ടേണ്ട ഒന്നാണ്. നല്ല മുക്തി ഇവിടെ തന്നെ അറിഞ്ഞനുഭവിക്കേണ്ടതാണ് മുക്തി. ഗീത ഉടനീളം നമുക്ക് ഈ ഒരു ഇത് കാണാൻ സാധിക്കും. പിന്നെ അധ്യാത്മരാമായണം ആരാണോ മുഴുവൻ എഴുതിയിട്ട് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് അവർക്ക് ആശ്ചര്യമായ ഫലം കിട്ടും. പിന്നെ ഉപവാസവ്രതം കൃത്വ ശ്രീരാമനവമീ ദിനേ. ശ്രീരാമ ദിവസം ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താ? പച്ചരിച്ചോറും ചമ്മന്തി അന്ന് കഴിക്കുക, അതാണ് ഉപവാസം. അല്ലെങ്കിൽ അരി വേണ്ടാന്ന് വെച്ചിട്ട് അതിൻ്റെ ഒരു 4 ഇരട്ടി, സാധാരണ കഴിക്കുന്നതിൻ്റെ ഒരു 4 ഇരട്ടി കൊള്ളിക്കിഴങ്ങും ഗോതമ്പും ഒക്കെ അകത്താൽ. ഇതല്ല ഉപവാസം. ഉപ മീൻസ് അടുത്ത്, വാസം വസിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഉപവാസം എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? മനസ്സുകൊണ്ട്, ശരീരം കൊണ്ടല്ല. ഇവിടെ വന്ന് കെട്ടിക്കിടന്നിട്ട് കാര്യമൊന്നുമില്ല. മനസ്സ് അവിടെ ആണെങ്കിലേ അമ്പലത്തിൽ പോയി കിടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നർത്ഥം. മനസ്സുകൊണ്ട് ഭഗവത് ചിന്തയിൽ മുഴുകിയിരിക്കുന്നതിനെയാണ് ഉപവാസം എന്ന് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വളരെയധികം അറിഞ്ഞും അറിയാതെയും തെറ്റിദ്ധരിച്ചിട്ടുള്ള വാക്കുകൾ. അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് അറിഞ്ഞും അറിയാതെ. കാരണം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചിലതൊക്കെ ഇങ്ങനെ ഭാവിക്കും എന്നർത്ഥം. അതല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. ശ്രീരാമഹൃദയം യസ്തു ഹനുമത് പ്രതിമാന്തികേ ത്രിപ്പഠേത് പ്രത്യഹം മൗനി സർവേപ്സിതഭാഗ് ഭവേത്. രാമായണത്തിലെ അധ്യാത്മരാമായണത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമാണ് ശ്രീരാമഹൃദയം. നാളെ നമ്മൾ ആദ്യം കാണുന്ന ഭാഗം അതായിരിക്കും എന്നർത്ഥം. പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ദേവിയോട് ശ്രീരാമചന്ദ്രൻ ചോദിക്കുകയാണ്, എന്ത്? സുന്ദരരൂപേ ഹനുമാന നീ കണ്ടായല്ലി
നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ. എന്താ ഒരു സർട്ടിഫിക്കറ്റ് നോക്കൂ. ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രമിവൻ, ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ. നമ്മളൊക്കെ വലിയ ഭക്തന്മാരാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷെ ഹനുമാൻ സ്വാമി ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഭക്തനാണ്. പിന്നെ ആരാ പറയുന്നത്? സർട്ടിഫിക്കറ്റ് ആരാ കൊടുത്തത്? അങ്ങനെ ഹനുമാൻ സ്വാമിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. ദേവിയും ശ്രീരാമനും രണ്ടുപേരും ഉപദേശിക്കുന്നുണ്ട്. ആ ഭാഗത്തെയാണ് ശ്രീരാമഹൃദയം. നാളെ നമ്മളത് കാണും. സമസ്ത വേദാന്ത സാരസംഗ്രഹ ഭൂതം എന്ന് വിശേഷിപ്പിക്കാൻ നമുക്ക് യാതൊരു മടിയുമില്ല. സമസ്ത വേദാർത്ഥത്തെയും ഏതാനും ശ്ലോകങ്ങളിൽ സംഗ്രഹിച്ചെഴുതിയിരിക്കുന്നു. നാളെ വിശദമായിട്ട് നമുക്കത് കാണാൻ ശ്രമിക്കാം. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ആ ശ്രീരാമഹൃദയം ബ്രഹ്മഘാതകനായാൽ പോലും 3 ദിവസം കൊണ്ട് ഈ ശ്രീരാമഹൃദയം പഠിച്ചാൽ മുക്തി നേടും എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെയോ ഹനുമാൻ പ്രതിമ വെച്ചിട്ട് ഈ ശ്രീരാമഹൃദയം 3 നേരം ജപിച്ചാലോ സർവേപ്സിതഭാഗ് ഭവേത്. ഈ ഭൗതിക ദൃഷ്ടിയിൽ കുറെ ആഗ്രഹങ്ങളുള്ളവരെയാണെ അവരെ നിരാശപ്പെടുത്തുന്നില്ല അല്ലേ. ഭുക്തിയും മുക്തിയും, നാടോടി രാമായണത്തിൽ നമ്മൾ ആ വാക്ക് വായിച്ചു. ഭുക്തിയും മുക്തിയും തരുന്നതാണ്. അർഹിക്കുന്ന ആഗ്രഹങ്ങളും ഭഗവാൻ സാധിപ്പിച്ചു തരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ പിടിമുറുകയാകാവൂ, പിടിവിടരുത്. സാധാരണ ആഗ്രഹത്തോടു കൂടിയുള്ള ഭജനം ഈ അപകടത്തില് ആണ്. ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ തീവ്രത അതുണ്ടാവരുത് എന്ന് സൂചിപ്പിച്ചു. പിന്നെ ശ്രീരാമഗീതാമാഹാത്മ്യം നമുക്ക് അധികം പ്രചാരത്തിലില്ലാത്ത ഒന്നാണ് ശ്രീരാമഗീത. മിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ് ശ്രീരാമഗീത. ഉത്തരരാമായണ ഭാഗത്ത്, അതായത് സീതാപരിത്യാഗവും കഴിഞ്ഞിട്ട് ശ്രീരാമൻ എങ്ങനെ കഴിഞ്ഞുകൂടിയെന്നറിയാൻ ദേവിക്കൊരു താല്പര്യം ഉണ്ടായത്. സീതയെ കൊണ്ട് ഇങ്ങനെയൊക്കെ വിട്ടേച്ച് ഭഗവാൻ ഇങ്ങനെ എന്നൊക്കെ ജീവിച്ചോ എന്നറിയാൻ ദേവിക്കൊരു താല്പര്യം. അങ്ങനെ എന്ന് ദേവിയോട് ഭഗവാനോട് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ അതൊക്കെ പറഞ്ഞിട്ട് അവിടെയാണ് ശ്രീരാമഗീതയെ അവതരിപ്പിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ശ്രീരാമഗീത. ശരിക്കും പറഞ്ഞ 4 ലക്ഷ്മണോപദേശമുണ്ട് രാമായണത്തിൽ. എവിടെയൊക്കെയാ? ഒന്ന് അധ്യാത്മരാമായണത്തിൽ, അയോധ്യാകാന്ഡത്തില് വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ എന്ന് ചോദിക്കാതെ കൊടുക്കുന്ന ഉപദേശം. സാധാരണ ഗുരു ശിഷ്യന് ഉപദേശം അങ്ങോട്ട് കൊണ്ട് കൊടുക്കാറില്ല. പിന്നെ എങ്ങനെയാ? ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞ് ഗുരുവിനെ ശരണം പ്രാപിക്കുമ്പോഴാണ് സാധാരണ ഉപദേശം കിട്ടാറുള്ളത്. ഇവിടെയോ ക്രുദ്ധിച്ചു വന്ന ലക്ഷ്മണനെ പിടിച്ചു നിർത്തി ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തതാണ് ആദ്യത്തെ ലക്ഷ്മണോപദേശം. അതുകൊണ്ട് പ്രബുദ്ധനായ ലക്ഷ്മണൻ രണ്ടാമത് എന്ന് ഭഗവാനോട് ആവശ്യപ്പെട്ടിട്ട് കിട്ടുന്നതാണ് രണ്ടാമത്തെ ലക്ഷ്മണോപദേശം. അതിനാണ് മുക്തിമാർഗോപദേശം എന്ന് പറയുന്നത്. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം. രാവിലത്തെ ക്ലാസ്സിൽ ഇത് സൂചിപ്പിച്ചു അല്ലേ. പറഞ്ഞത് ആ ചോദ്യം വിശദീകരിക്കാൻ നമുക്കൊരു ഫുൾ ഡേ വേണ്ടി വരും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് സൂചിപ്പിച്ചത്. ആ ചോദ്യം ഉത്തരവല്ല, പിന്നെ ലക്ഷ്മണന്റെ ആ ചോദ്യം ഓരോ ഘടകങ്ങളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ നോക്കാം. നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് കാണാൻ ശ്രമിക്കാം. അത്ര വിശേഷമാണ്. മൂന്നാമത്തേതാണ് കിഷ്കിന്ധാകാന്ഡത്തിലെ എന്തുപദേശം? ക്രിയാമാർഗോപദേശം. ഭഗവാന്റെ പൂജാവിധികളെയൊക്കെ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവർക്ക് ഭഗവാൻ കൊടുക്കുന്നതിൻ്റെ ഏതാണ്ട് അതേപോലെ എഴുത്തച്ഛൻ ഇതിൻ്റെ അകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പൂജയൊക്കെ നിർവഹിക്കേണ്ടത്? പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് എന്ത് വേണം? ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? രക്ഷമാം ഘോര സംസാരാത്. പൂജയൊക്കെ കഴിഞ്ഞ് നമസ്കരിക്കുമ്പോൾ എന്താ പറയേണ്ടത്? രക്ഷമാം
ഘോര സംസാരാത് ഇതി ഉക്ത്വാ. ഇങ്ങനെ പറഞ്ഞിട്ട് വേണം. ഈ പൂജയുടെ മുഴുവൻ ലക്ഷ്യം എന്താണ്? കർമ്മം ചെയ്ത് 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 കർമ്മത്തിൽ നിന്ന് മോചനം നേടാനാണ് പൂജാദി അനുഷ്ഠാനങ്ങൾ. ഇത് നമ്മുടെ അഭിപ്രായം പറയുന്നതല്ല, സ്പഷ്ടമായിട്ട് ഭാഗവതത്തിലും ഇത് തന്നെയാണ് ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് എന്ത് വേണം? ശിരോമത് പാദയോ കൃത്വ, ശിരസിനെ എന്റെ പാദങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ബാഹുഭ്യാം ച പരസ്പരം. ഇങ്ങനെയല്ല തൊട്ട് നമസ്കരിക്കേണ്ടത്, പിന്നെ ഇങ്ങനെ വേണം എന്നാണ്. ബാഹുഭ്യാം ച പരസ്പരം. എന്നിട്ട് പറയുന്നത് എന്താണ്? ഈ ഭീതികരമായ സംസാരാർണവത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. വലിയ പൂജയൊന്നും അല്ലെങ്കിലും ചെറിയ ജപമൊക്കെ കഴിയുമ്പോൾ നമുക്കും ഇത് പറയാൻ കഴിയട്ടെ. രക്ഷമാം ഘോര സംസാരാത്. അപ്പൊ 3 ലക്ഷണോപദേശം പറഞ്ഞു. 4-ാമത്തേതാണ് ശ്രീരാമഗീത, ഉത്തരരാമായണത്തിൽ വരുന്ന ശ്രീരാമഗീത. വളരെ വിശേഷപ്പെട്ടതാണ്, വളരെ അഡ്വാൻസ്ഡ് ടെക്സ്റ്റായിട്ട് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഗുരുനാഥന് 80s തിരുവനന്തപുരത്തെ യജ്ഞത്തിന് ഈ ശ്രീരാമഗീത ടെക്സ്റ്റ് എടുക്കാൻ നേരം പറഞ്ഞത്, ഭഗവത്ഗീത നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞവര് വന്നാൽ മതി എന്നാണ്. ഭഗവത്ഗീതയുടെ ടെക്സ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ ശ്രീരാമഗീത പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെന്നാണ് മാഹാത്മ്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി അങ്ങോട്ട് പറയുന്നത് ശ്രീരാമഗീത മാഹാത്മ്യം കൃഷ്ണം ജാനാതി ശങ്കര തദർത്ഥം ഗിരിജാവേത്തി തദർത്ഥം വേദ്യഹം മുനേ. ഇനി കുറെ ശ്രീരാമഗീതയുടെ മാഹാത്മ്യം സൂചിപ്പിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? ശ്രീരാമഗീതയുടെ മാഹാത്മ്യം മുഴുവൻ അറിയാവുന്ന ഒരേ ഒരാളുള്ളൂ. ആര്? സാക്ഷാൽ ശ്രീ മഹാദേവൻ. അതിന്റെ ഒരു 50-50 പകുതി അറിയാം. ആർക്ക്? പാർവതി ദേവി. അതിൻ്റെയും പകുതി അറിയാം ദിസ് ഹംബിൾ സെൽഫ്, എനിക്ക്. നോക്കൂ, അപ്പൊ 4/4 ഭാഗമേ അദ്ദേഹത്തിനും അറിയാവൂ എന്നാണ് പറയുന്നത് ബ്രഹ്മദേവൻ, അല്ലെ? അതുമാത്രം പറയാം, അത്ര അറിഞ്ഞാൽ മതി. ക്ഷണാത് ചിത്തശുദ്ധിം അവാപ്യ. ഈ അറിയാവുന്ന മാഹാത്മ്യം മാത്രം മനസ്സിലാക്കിയാൽ പോലും ക്ഷണേന ശ്രീരാമഗീതായത് പാപം നാശേതി നാരദ തന്ന നശ്യതി തീർത്ഥാദൗ ലോകേ ക്വാപി കദാചന. ശ്രീരാമഗീതയുടെ പഠനം കൊണ്ട് ഇല്ലാതാക്കാത്ത പാപം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ, ഉണ്ടാവില്ല, ഫോർ ആർഗ്യുമെന്റ് സേക്ക് ഉണ്ടെങ്കിൽ അത് വേറൊരു തീർത്ഥാദികളെ കൊണ്ടും ഇല്ലാതാവില്ല എന്ന് പറഞ്ഞാൽ എന്താ സൂചിപ്പിക്കുന്നത്? സമസ്ത ഘോരപാപങ്ങളെയും ഇല്ലാതെയാക്കാൻ അതിന് സാധിക്കും. പിന്നെ കുറേ അത് ശ്രീരാമഗീതയുടെ പ്രാധാന്യമാണ് സൂചിപ്പിക്കുന്നത്. ബഹുനാ കിമുഹോക്തേന ശൃണു നാരദ തത്വത ശ്രുതി സ്മൃതി പുരാണേതിഹാസാഗമശതാനിജ അർഹന്തി നാൽപാം അധ്യാത്മരാമായണ കലാമപി. എന്താ സൂചിപ്പിക്കുന്നത്? എന്തിനാ ഇനി കൂടുതൽ പറയുന്നത് എന്റെ പൊന്നു മോനെ? പിന്നെ എന്താണ്? ശ്രുതി സ്മൃതി പുരാണ ഇതിഹാസ ആഗമ ശതങ്ങൾ എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ അധ്യാത്മരാമായണ കലയുടെ ഒരു ചെറിയ അംശം പോലും നമുക്കതിന്റെ പ്രാധാന്യം സൂചിപ്പിച്ചിരിക്കുന്നതാണ്. ശ്രുതിയും സ്മൃതിയും പുരാണ ഇതിഹാസങ്ങളെല്ലാം കൂടെ ചേർത്താലും അധ്യാത്മരാമായണത്തിന്റെ മാഹാത്മ്യത്തെ ഉൾക്കൊള്ളുന്നത്. എന്തിനു വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്നു? മറ്റുള്ളതിനെ മോശമാക്കാനല്ല ഇത് പറയുന്നത്. ഇതിനെ അർത്ഥവാദം എന്ന് പറയും. ഈ സമ്പ്രദായത്തിന് അർത്ഥവാദം എന്ന് പറയും. അർത്ഥവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഒരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ട്, അല്ലെ? ഇപ്പം ഭാഗവതം എടുക്കുമ്പോൾ മുഴുവൻ നാരായണമയം, ദേവി ഭാഗവതം എടുക്കുമ്പോഴോ ദേവിയുടെ മുമ്പിൽ ഇവരൊക്കെ ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കുന്നവരാണ് എന്ന് പറയും, അല്ലെ? അത് ഇതിനെ മോശമാക്കാനല്ല. പിന്നെ ദേവീ പുരാണത്തിൽ ദേവീ മാഹാത്മ്യം പറയുന്നിടത്ത് ദേവിക്ക് ശ്രേഷ്ഠത പറയണം. ഈ സംവിധാനത്തിനാണ് അർത്ഥവാദം എന്ന് സൂചിപ്പിക്കും. ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, യഹ എന്ന് പറയുന്ന യൂണിവേഴ്സൽ പ്രോനൗണാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആർക്കാണോ ഇത് സാധിക്കുന്നത് അവർക്കൊക്കെ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഒരു റിസർവേഷൻ അതിന് വെച്ചിട്ടില്ല. ആർക്കിത് സാധിക്കുമോ അവർക്കൊക്കെ. ഭഗവത്ഗീത മുഴുവൻ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതാണ്. യഹ എന്ന യൂണിവേഴ്സൽ പ്രോനൗണാണ്
ഉപയോഗിക്കുന്നു. ആർക്കിത് സാധിക്കും? അവർക്ക് സാധിക്കും, ഉറപ്പ്. അതായത് ജാതി, മത, ലിംഗ, കാല, ദേശങ്ങളുടെ പേരിൽ ഇതാർക്കും റിസർവ് ചെയ്തിട്ടുമില്ല, ആർക്കും നിഷേധിച്ചിട്ടുമില്ല. നന്നായിട്ട് ഉറയ്ക്കണം എന്നർത്ഥം. അങ്ങനെ ആർക്കാണോ ഇത് സാധിക്കുന്നത് അവര് സുരപൂജ്യമാനഹ വിഷ്ണു പദവി പ്രാപ്നോതി. സുരപൂജിതൻ എന്ന് പറഞ്ഞാല് ദേവന്മാരാൽ പൂജിതനായിട്ട് ഏത് പദവിയിലെത്തുന്നു? വിഷ്ണു പദവിയും പ്രാപ്നോതി. വിഷ്ണു പദവിയിൽ എത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? വിമാനം വന്ന് കയറ്റി നേരെ വൈകുണ്ഠത്തിൽ കൊണ്ടുപോയി അവിടെ ഒരു വലിയ എയർപോർട്ടുണ്ട്, അവിടെ ഇറക്കി വിടും. അവിടുന്ന് പിന്നെ ഓട്ടോറിക്ഷയെ കയറി എന്നൊന്നുമല്ല. എന്താ വിഷ്ണു എന്ന് പറഞ്ഞ അർത്ഥം? വ്യാപ്നോതി ഇതി വിഷ്ണു. സമസ്ത ചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് വിഷ്ണു. ആ പരമാത്മതത്വവുമായിട്ട് ചേർന്ന് ഒന്നാകുന്നതിനെയാണ് വിഷ്ണു പദവി എന്ന്. വൈകുണ്ഠ എന്താ സൂചിപ്പിച്ചത്? വികുണ്ഠാ പദവി, ദുഃഖമില്ലാത്ത പദവിയെ സൂചിപ്പിക്കും. എന്തുകൊണ്ട്? ഭഗവത് പദത്തിൽ അഥവാ ഭഗവത് തത്വത്തിൽ ഉറപ്പ് വന്നു കഴിയുമ്പോൾ പിന്നെ ദുഃഖമില്ല. അതാണ് പറഞ്ഞത് ദുഃഖം കൊടുക്കുന്ന തമ്പുരാനെ എന്ന് ചോദിച്ചപ്പോൾ ഓടിക്കൊണ്ട് നിർത്തിയത് എന്താണ്? ജ്ഞാനം ഉണ്ടാകണം. ജ്ഞാനം ഉണ്ടാകുന്നത് സത്സംഗം കൊണ്ടാണ്. സത്സംഗത്തിന് എന്ത് ചെയ്യണം? വായുപുരേശനെ സേവ ചെയ്യൂ. ഇത് പറഞ്ഞാണ് അധ്യാത്മരാമായണത്തിന്റെ മാഹാത്മ്യം അവിടെ നിർത്തുന്നത്. ഇനി നമ്മൾ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിലെ മാഹാത്മ്യം വളരെ കുറച്ച് ഭാഗം ഉള്ളതും കൂടെ ഒന്ന് വായിച്ച് ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ ഈ ഇന്നത്തെ ആമുഖ പ്രഭാഷണം അവിടെ നിർത്താം. പഴയ പുസ്തകങ്ങളിലൊക്കെ രാമായണ മാഹാത്മ്യം എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് അവിടെ നമ്മൾ നോക്കിയപ്പോൾ പുതിയതിൽ അങ്ങനെ ഒരു ഹെഡിങ് അവിടെ കൊടുത്തിട്ടില്ല. എങ്കിലും ആദ്യ ഭാഗത്ത്, ബാലകാണ്ഡത്തിന്റെ ആദ്യ ഭാഗത്ത് അഗ്രജന്മമ സദാം വിദുഷാം അഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് രാമായണ മാഹാത്മ്യം എന്ന് സൂചിപ്പിക്കുന്നത്. ആ ഭാഗം വളരെ കുറച്ചേ ഉള്ളൂ. ഒന്ന് പാരായണം ചെയ്തിട്ട് നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതോ ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നത് കണ്ടു ധാതാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു. വീണാവാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിട് കൗവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസീ സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം ഇതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സാധിക്കും അസന്നിഗ്ധമിജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഃഖാബ്ധിമധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ. മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനേനായി രാത്രിചാരികളായ രാവണാദികൾ നമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം ശ്രീതാവതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഇതാണ് രാമായണ മാഹാത്മ്യം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇതിൽ 1-2 ഭാഗം മാത്രം നമുക്കൊന്ന് കാണാം. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതോ ഭൂമി തന്നിൽ. പണ്ട് ബ്രഹ്മദേവൻ രചിച്ച ധാരാളം രാമായണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ഭൂമിയിൽ
ഇല്ലാതെയായി. അതുകൊണ്ട് എന്ത് ചെയ്യും? രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നത് കണ്ട് ധാതാവ് ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? രാമനാമത്തിന്റെ മഹിമ കണ്ടപ്പോൾ ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചു. എന്ത്? ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീമഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. ബ്രഹ്മദേവനാണ് മാമുനിയായ വാൽമീകി മഹർഷിയോട് ആവശ്യപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ശ്രദ്ധിക്കൂ. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക്. ആർക്ക് വേണ്ടിയിട്ടാണ്? രക്ഷപ്പെട്ടു. ജന്തുക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ. എന്താ ജന്തുക്കൾ എന്ന് പറഞ്ഞാല്? ജനിച്ചവരൊക്കെ എന്നർത്ഥം. എവിടെ കിടന്ന ജന്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ വീട്ടില് പറയാറുണ്ട്. എന്നാലും ജന്തു എന്നുള്ള ശബ്ദം നമുക്ക് അത്ര വലിയൊരു ഇഷ്ടമൊന്നുമല്ല. ജന്തൂനാം നരജന്മ ദുർലഭം കിം ജവൻ മുച്യതേ ജന്തുഹു. വിഷ്ണു സഹസ്രനാമത്തിന് മുമ്പുള്ള ചോദ്യോത്തരത്തില് ഇവിടൊക്കെ ജന്തു എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ജന്മമെടുത്ത എല്ലാ ജീവികളും എന്നർത്ഥം. മോക്ഷാർത്ഥം ഇനി ശ്രീമഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. രാമായണം എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയത്? ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും മോക്ഷം നൽകാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, രാമായണത്തിന്റെ മാഹാത്മ്യം ഇതിൽ കൂടുതൽ എന്താണ് പറയാനിരിക്കുക? പിന്നെ വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി ഇതന്നാവിന്മേൽ വാണിയിടിനാൾ. ബ്രഹ്മദേവൻ പറയുമ്പം പിന്നെ സരസ്വതി ദേവിക്ക് അനുസരിക്കാതിരിക്കാൻ ഒക്കുകയല്ല. ദേവി നന്നായിട്ട് വാൽമീകിയുടെ നാക്കിലിരുന്ന് കൊടുത്തു. വാണിയിടുക വണ്ണമെന്ന അവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നതാനും അതിനെന്താവതിപ്പോൾ. ആ ഭാഗമൊക്കെ അങ്ങ് വിട്ടോളൂ. പറഞ്ഞ വേറെ പല കാര്യങ്ങൾ പറയണം, അതുകൊണ്ട് അവിടെ വിടുന്നു. അധ്യാത്മപ്രദീപകം. എന്താണ് അധ്യാത്മ രാമായണത്തിന്റെ മാഹാത്മ്യം? അധ്യാത്മപ്രദീപകം. പ്രദീപകം എന്ന് പറഞ്ഞാൽ വെറും ദീപമല്ല, പിന്നെ പ്രകർഷേണ ശോഭിക്കുന്ന ജ്ഞാനദീപമാണിത്. അത്യന്തം രഹസ്യം, ടോപ്പ് സീക്രട്ടാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോടെങ്കിലും രഹസ്യം പറയാനാണെന്നൊന്ന് പറഞ്ഞു നോക്കൂ. അതുവരെ ഇങ്ങനെ വായി നോക്കിയിരുന്നവരുടെ ഒക്കെ സകല ശ്രദ്ധയും അതിവിടേക്ക് വരും എന്നർത്ഥം. അപ്പൊ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താ പ്രാധാന്യം? ടോപ്പ് പ്രയോറിറ്റിയിൽ ഇത് കേൾക്കണം എന്ന് സൂചിപ്പിക്കുന്നു. പിന്നെയോ വെറുതെ ഇത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കേണ്ടതല്ല. താല്പര്യമുള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവശ്യം അറിഞ്ഞിരിക്കേണ്ടതിനെയാണ് രഹസ്യം എന്ന് സൂചിപ്പിക്കുന്നത്. ദാമ്പത്യ രഹസ്യം നമുക്കൊക്കെ അറിയാം അല്ലേ? അവിടെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ രഹസ്യമല്ലത്, പക്ഷേ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം രഹസ്യം. അപ്പോൾ അറിയേണ്ടവർ തമ്മിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും അറിയേണ്ടാത്തവരെ അറിയിക്കേണ്ടാത്തതുമായ ഒന്നിനെയാണ് രഹസ്യം എന്ന് സൂചിപ്പിക്കുന്നത്. ഭഗവത്ഗീത 9-ാം അധ്യായത്തിന് ഭഗവാൻ പേരിട്ടിരിക്കുന്നത് എന്താണ്? അവിടെ വരെ ആയില്ലല്ലോ, പിന്നെ എങ്ങനെ ഇപ്പൊ ഓർക്കുന്നു അല്ലേ? രാജവിദ്യ രാജഗുഹ്യ യോഗം. റോയൽ സീക്രട്ട് ആൻഡ് റോയൽ വിദ്യ എന്നാണ്. രാജഗുഹ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത ഇല്ല. റോയൽ എന്നുള്ള വാക്ക് ഇപ്പോഴും ഇല്ലേ? ബ്രിട്ടീഷുകാരുടെ എവിടെയും രാജ്ഞി പേരിനെങ്കിലും വെച്ചിട്ടുണ്ട്. നമ്മളും പറയാറുണ്ട് അല്ലേ? റോയൽ ആ വാക്കിന് ഇപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. രാജവിദ്യ രാജഗുഹ്യം. ഇദം തുതേ ഗുഹ്യതമം. അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇദം തുതേ ഗുഹ്യതമം, സീക്രട്ടസ്റ്റ്. അത് ഇംഗ്ലീഷ് ഡിക്ഷണറി ഇല്ലാത്തൊരു വാക്കാണ് അല്ലേ? സീക്രട്ട്, സീക്രട്ടർ, സീക്രട്ടസ്റ്റ്. നമ്മുടെ ഡിക്ഷണറി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതാണ്. ടോപ്പ് സീക്രട്ടാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം. ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. ആരാർക്ക് പറഞ്ഞു കൊടുത്തു? നേരത്തെ പറഞ്ഞു, ഉമാമഹേശ്വര സംവാദമായിട്ടാണ്. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സാധിക്കും അസന്നിഗ്ധമി ജന്മം കൊണ്ടേ. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്ന് തോന്നുക അവിടെ? മർത്യജന്മികൾക്കെല്ലാം എന്ന് പറഞ്ഞെന്താ അർത്ഥം? മനുഷ്യജന്മം എല്ലാ ജീവികൾക്കും കിട്ടും, പ്രത്യേകിച്ച് മനുഷ്യജീവന്റെ കാര്യം പറയാനുണ്ടോ? അസന്നിഗ്ധമി ജന്മം കൊണ്ടേ. എത്രയോ ജന്മം കഴിയുമ്പോൾ മോക്ഷം കിട്ടിയെങ്കിലായി എന്നൊന്നും വിചാരിക്കണ്ട. പിന്നെ ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. ഗീതയിൽ ഭഗവാൻ പറഞ്ഞത്
ബഹൂനാം ജന്മനാവന്തേ എന്ന് പറഞ്ഞാൽ ഇനിയും വരാൻ പോകുന്ന എത്രയോ ജന്മങ്ങളെ അല്ല, പിന്നെ ഇപ്പോൾ ഭഗവത്ഗീതയും രാമായണവും ഒക്കെ പഠിക്കാൻ എനിക്ക് സൗകര്യം കിട്ടിയപ്പോൾ അപ്പൊ ബഹുനാം ജന്മം എന്ന് സൂചിപ്പിച്ച ഇതിനെയാണ് എന്റെ കഴിഞ്ഞുപോയ എത്രയോ ജന്മങ്ങളിലെ പുണ്യം കൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇത് പഠിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഇനി എനിക്ക് മോക്ഷമായി അങ്ങനെ മനസ്സിലാക്കണം എന്നർത്ഥം. മുക്തി സാധിക്കും അസന്നിഗ്ധം ഈ ജന്മം കൊണ്ടേ. മാറ്റിവെക്കണ്ട, ഉറപ്പിച്ചോളൂ. ഈ ജന്മത്തിൽ തന്നെ എനിക്ക് ഉറപ്പ് വേണം, ആ കോൺഫിഡൻസ് വേണം. നമുക്ക് പലപ്പോഴും എന്തെല്ലാം ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ എത്രയോ കാലമായിട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് ഈ ഉറപ്പ് പലപ്പോഴും വരുന്നില്ല. ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്തായിരിക്കുമോ എന്തോ. അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചു കഴിയും. വെറുതെയാ പോകുന്നത്, ഇന്ന് കർക്കിടകം ഒന്നാണ്, പോയിട്ട് ഒരു കാര്യവുമില്ല, എന്നാലും ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട്. വലിയ വിശ്വാസവും. പക്ഷെ പറഞ്ഞു പോകുന്നത് എന്താ? വീട്ടിൽ പറഞ്ഞിട്ട് പോകുന്ന വാക്കാണ്. എന്ത്? പോവാൻ കയറാനും നോക്കുകയല്ല, എന്തായാലും ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. എന്താ ഉറപ്പില്ലായ്മ നോക്കുന്നത്? ഈ ഉറപ്പില്ലായ്മയാണ് നമ്മെ ഇട്ട് വലയ്ക്കുന്നത്. ഉറപ്പ് വരണം. രാവിലെ നമ്മൾ പറഞ്ഞതാണ് ബുദ്ധിയും മനസ്സും ബുദ്ധിയും ഉറപ്പിക്കേണ്ടതിന് പ്രാധാന്യം. മയ്യേവ മനയാധൽസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. അപ്പൊ എവിടെയാണ് ഉറപ്പിക്കേണ്ടത്? മനസ്സിനെയും ബുദ്ധിയും ഭഗവത് തത്വത്തിൽ ഉറപ്പിക്കലാണ് ആവശ്യം. ബാക്കി മുഴുവൻ അതിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. അപ്പൊ ഈ ഉറപ്പ് വരണമെങ്കിൽ അത് വേണം. അതിനെന്താണ്? ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ഈ കേൾക്കുന്നതിൽ എന്ത് വേണം? ഭക്തി വേണം. ശ്രദ്ധാഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ ഒന്നിച്ചാണ് സൂചിപ്പിക്കാറുള്ളത്. ആദ്യം വേണ്ട എന്താണ്? ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരു വേദാന്ത വാക്യാദിഷു വിശ്വാസഃ ശ്രദ്ധ. ഗുരുവിലും ശാസ്ത്രത്തിലുമുള്ള ഉറച്ച അചഞ്ചലമായ അൺഷേക്കബിൾ ഫെയ്ത്ത്, അതിനെയാണ് ശ്രദ്ധ. സാറിന് നമ്മൾ പറയുന്ന അർത്ഥമല്ല ശ്രദ്ധിച്ചിരുന്ന് അത് മാത്രം, അത് വേണം. പക്ഷെ ശ്രദ്ധ എന്നുള്ളതിന് സാങ്കേതികമായ അർത്ഥം അല്ലേ? നമ്മൾ സാധാരണ അർത്ഥവും സാങ്കേതികമായ അർത്ഥവും രണ്ടും രണ്ടാണ്. ഇപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരൊക്കെ മൗസ് എന്ന് കേട്ട ആദ്യം എലിയെന്ന് ഓർമ്മ വരുമോ? അല്ലാത്തവർക്കോ? അപ്പൊ ടെക്നിക്കൽ മീനിങ്ങും ഓർഡിനറി മീനിങ്ങും രണ്ടും രണ്ടാണ് എന്നർത്ഥം. ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവൻ. അപ്പൊ ശ്രദ്ധ, ഭക്തി, ജ്ഞാന വൈരാഗ്യങ്ങളാണ് മോക്ഷത്തിന് സഹായിക്കുന്നത്. അതുണ്ടെങ്കിൽ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ഈ പറയുന്ന മുഴുവൻ പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടുകൂടി ഉറപ്പോടുകൂടി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ പ്രയോജനമില്ല. ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിൽ ഉടൻ മുക്തരായി വന്നുകൂടും. ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ. ബുദ്ധിയില്ലാത്തവരെന്ത് ചെയ്യും? രാമൻ പോയി സീതയുടെ കൂടില്ലേ പാവം. എല്ലാം കേട്ട് കഴിയുമ്പോൾ ചോദിക്കും പിറ്റേ ദിവസം രാവിലെ, എന്ത്? സീത രാമന്റെ ആര്? എന്തുകൊണ്ട്? ശ്രദ്ധയില്ല. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറയുന്നത് എന്താ? അവിടെ രാമായണ മാഹാത്മ്യമൊക്കെ ഉണ്ട്, ഒന്ന് കേട്ട് കളയാ, ഒന്ന് കേട്ട് പിന്നെ എങ്ങനെയാ വീട്ടിൽ ചെല്ലുമ്പോൾ ബാക്കി ഉണ്ടാവുക? ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ. ഇതവിടെ സൂചിപ്പിക്കുന്നത് ബുദ്ധി വിവേകത്തിന്റെ സ്ഥാനമാണ്. വിവേകം കൊണ്ട് മാത്രമേ ഇത് സാധിക്കൂ. ഭക്തി വളരണമെങ്കിൽ എന്ത് വേണം? വിവേകം ഉണ്ടായിരിക്കണം. എന്ത് വിവേകം? നിത്യാനിത്യ വസ്തു വിവേക. ആചാര്യസ്വാമികളുടെ നിർവചനമാണ്, നമ്മുടെ അല്ല. നിത്യ വസ്തു ഏകം ബ്രഹ്മ തദ്വ്യതിരിക്തം സർവം അനിത്യം അയമേവ നിത്യാനിത്യ വസ്തു വിവേക. ഒരേ ഒരു നിത്യവസ്തുവേ ഇവിടെയുള്ളൂ. എന്ത്? ബ്രഹ്മം. ബാക്കിയുള്ളതൊക്കെ അനിത്യം. ഈ ഉറപ്പ് വരുന്നതിനെയാണ് വിവേകം. പിള്ളേർക്ക് വിവേകം എന്ന് പേരിട്ടുകൊണ്ട് മാത്രം ആയില്ല എന്നർത്ഥം. ഈ വിവേകം പേരിടുന്ന അമ്മമാർ കൂടി
അല്ലെങ്കിൽ അച്ഛന്മാർ കൂടി ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ ആരെങ്കിലും കുട്ടികളെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ആ പേരിൻ്റെ അർത്ഥം ചോദിക്കും. ചില കുട്ടികളൊക്കെ പറയും, നല്ല നല്ല ഇന്റലിജന്റ് ആയിട്ട് പറയും. ചിലർ പറയും, പേരിന് അർത്ഥമോ, അങ്ങനെയുണ്ടോ? ഇപ്പൊ പ്രത്യേകം സൂചിപ്പിക്കുന്നു ശ്രദ്ധാഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളുടെ പ്രാധാന്യത്തെ. അപ്പൊ ബദ്ധരാകലും ഉടൻ മുക്തരായി വന്നു. ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് സൗകര്യം പോലെ കാണാം. ഈ രാമായണ മാഹാത്മ്യത്തെ എളിയ മനസ്സിൽ തോന്നിയ വാക്കുകളെ കൊണ്ട് പറയാനുള്ള ഒരു എളിയ ശ്രമം മാത്രമായിരുന്നു. ഒന്നും പറഞ്ഞുവെന്ന് അഭിമാനിക്കാനുമില്ല. ഭഗവാന്റെ ഇച്ഛ കൊണ്ട്, ഗുരു അനുഗ്രഹം കൊണ്ട് ഉള്ളിൽ വന്ന ചിന്തകളെ സജ്ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക മാത്രമായിരുന്നു. അതിലെന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ്. അരുതാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി അഹന്തയിൽ നിന്ന് വന്നതാണ്, ക്ഷമിക്കണം എന്ന് സാദരം അപേക്ഷിച്ചുകൊണ്ട് ഈ പറഞ്ഞ വാക്കുകളെ ഭഗവത് പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ഒക്കെ നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകളെ നമുക്ക് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണൗ വചസാ ഗൃണാമി, ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.